മമ്പുറം തങ്ങളെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല, ശംസുൽ ഉലമയെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ആ കുറവൊക്കെ ഞങ്ങളെ പോലെയുള്ള യുവതലമുറ നികത്തുന്നത് പ്രിയപ്പെട്ട നമ്മുടെ തങ്ങൾ ഉസ്താദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന ചെറുപ്പക്കാരൻ ഫിലിപ്പ് ജോൺ എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹം നടത്തിയ വളരെ ചെറിയ സമയത്തിനുള്ളിൽ മുതലക്കുളം മൈതാനിയിൽ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ശതാബ്ദി സന്ദേശ യാത്രയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ഒരു വളരെ ചെറിയ ഒരു പ്രഭാഷണമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിമായ ഈ സഹോദരൻ സമസ്തയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം അദ്ദേഹം വളരെ വ്യക്തമായി അവിടെ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് സമസ്തയെ സ്നേഹിക്കുന്ന. പ്രത്യേകിച്ചും സയ്യിദുൽ ഉലമയുടെ ഈ യാത്ര കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ചത് മുതൽ സമസ്തയെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്ന ഒട്ടനവധി രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഈ ഫിലിപ്പ് ജോൺ എന്ന് പറയുന്ന ഈ സഹോദരൻ അവിടെ നടത്തിയ പ്രഭാഷണം വളരെ ചെറിയ സമയമാണ്. പക്ഷേ അവിടെ വന്ന് നടത്തിയ 10, 15, 20, 30 മിനിറ്റുകളൊക്കെ സംസാരിച്ചവരൊക്കെ അവിടെ ഉണ്ട്. അവരുടെയൊക്കെ പ്രഭാഷണങ്ങളെക്കാൾ സോഷ്യൽ മീഡിയ വളരെ എടുത്ത് ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണം നമുക്കൊന്ന് കേൾക്കാം. വളരെ ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ നായകൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ഈ ജാഥയുടെ ഇത്ര പ്രൗഢോജ്വലമായ ഒരു സദസ്സിൽ ഭാഗമാവാൻ സാധിച്ചു എന്നത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട്, ഇവിടെ ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠന്മാരുണ്ട്. ഈ വലിയ വേദിയിൽ സംസാരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഫിലിപ്പ് ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, സമസ്തയെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, കേരളത്തിലെ ആയിരക്കണക്കിന് അന്യമത വിശ്വാസികളുടെ ഒരു പ്രതിനിധിയായിക്കൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പ്രിയപ്പെട്ട ഞങ്ങളുടെ തങ്ങൾ ഉസ്താദെ, അങ്ങ് ധീരതയോടെ നയിക്കുമ്പോൾ അങ്ങേക്കൊപ്പം നീങ്ങാൻ കേരളത്തിലെ മതേതരവാദികളായ ജനങ്ങൾ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. ഞാൻ ചെറിയ പ്രായമുള്ളൊരു വ്യക്തിയാണ്. മമ്പുറം തങ്ങളെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല, ശംസുൽ ഉലമയെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ആ കുറവൊക്കെ ഞങ്ങളെ പോലെയുള്ള യുവതലമുറ നികത്തുന്നത് പ്രിയപ്പെട്ട നമ്മുടെ തങ്ങൾ ഉസ്താദ് ശൈഖുന ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കാണുമ്പോഴാണ് ഈ നാട്ടിൽ മതരാഷ്ട്രവാദത്തെ കോട്ട കെട്ടി പ്രതിരോധിക്കാൻ, ഈ നാട്ടിൽ മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തെ കാത്തു സൂക്ഷിക്കാൻ, ഈ നാട്ടിൽ സമാധാന അന്തരീക്ഷം പുലർത്താൻ വലിയ പരിശ്രമങ്ങൾ നടത്തിയ സമസ്ത അത് അതിന്റെ 100 വർഷങ്ങൾ പിന്നിടുമ്പോ അതിന്റെ നായകൻ, സുന്നത്ത് ജമാഅത്തിന്റെ നായകൻ ശ്രീ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇങ്ങനെ ഒരു യാത്ര നടത്തുമ്പോ ഒരു കാര്യം വ്യക്തമാണ്, ഇത് ട്രെയിലർ ആണെങ്കിൽ ഫെബ്രുവരി 8-ന് അങ്ങ് കുനിയയുടെ മണ്ണിൽ അരങ്ങേറാൻ പോകുന്നത് ചരിത്രമാണ്. ആ ചരിത്രത്തിൽ ഭാഗമാവാൻ ഞങ്ങളെ പോലെയുള്ള ഈ നാട്ടിലെ അന്യമത വിശ്വാസികളും സ്നേഹപൂർവ്വം ആഗ്രഹിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സദസ്സിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, പ്രിയപ്പെട്ട തങ്ങൾ ഉസ്താദിനോടുള്ള സ്നേഹം അത് വാക്കുകൾക്ക് അതീതമാണ്. എല്ലാവിധ ആദരങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.